ഹലോ ഗൈസ്, വെൽക്കം ടു ഇസ്താംബുൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇസ്താംബുളിലെ സുൽത്താൻ അഹമ്മദ് റീജനാണ്. നമ്മുടെ ബാക്കിൽ കാണുന്നത് പഴയ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒബിലിസ്കും പില്ലേഴ്സും ഒക്കെയാണ്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ബ്ലൂ മോസ്ക്. സോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സുൽത്താൻ അഹമ്മദ് മോസ്കിനുള്ളിലാണ്. അപ്പോൾ ഇത് യൂഷ്വലി അറിയപ്പെടുന്നത് ബ്ലൂ മോസ്ക് എന്നാണ്. ബ്ലൂ മോസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ടോമൻ പീരീഡിലെ ഒരു വലിയ രാജാവായിരുന്ന സുൽത്താൻ അഹമ്മദാണ്. അപ്പോൾ ബ്ലൂ മോസ്ക് എന്നറിയപ്പെടാൻ കാരണം ഈ മോസ്കിനുള്ളിൽ മുഴുവൻ ബ്ലൂ ടൈൽസാണ്. അപ്പോൾ ഓട്ടോമൻ കാലത്ത് തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മോസ്ക്സ് ആയിരുന്നു ഈ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ഈ സുൽത്താൻ അഹമ്മദ് മോസ്ക് അഥവാ ബ്ലൂ മോസ്ക് എന്നൊരു പ്രത്യേക ഒരു കഥയുണ്ട്. ഈ മോസ്ക് 6 മിനററ്റ് ഒരു മോസ്കാണ്. യൂഷ്വലി പള്ളികൾക്ക് 6 മിനററ്റ്സ് ഇല്ല, 4 മാക്സിമം ഉള്ളത്. അല്ലെ ചിലതിന് ഒക്കെ 1 2 ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിന് 6 ഉണ്ടാവുന്നതിൻ്റെ പിറകിലൊരു കഥയുണ്ട്. അപ്പോൾ ഈ സുൽത്താൻ അഹമ്മദ് രാജാവ് ഇതിൻ്റെ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു, ഇതിൻ്റെ 4 മിനററ്റ്സും ആൾട്ടൻ കൊണ്ടുണ്ടാക്കണം. ആൾട്ടൻ എന്ന് വെച്ചാൽ ടർക്കിഷിലെ ഗോൾഡൻ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ആർക്കിടെക്റ്റിന് അറിയായിരുന്നു 4 ഗോൾഡുള്ള മിനററ്റ് ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അതുകൊണ്ട് ആൾട്ടൻ എന്നൊരു വാക്കിന് വേറൊരു അർത്ഥമുണ്ട് ടർക്കിഷിൽ, 6 എന്നൊരർത്ഥം. അപ്പോൾ അത് ആ ഒരു ടെക്നിക്കാലിറ്റി ഉപയോഗിച്ച് പുള്ളി 6 മിനററ്റ് ഉണ്ടാക്കുക എന്നാണ് കഥകൾ. ഇത് ശരിക്കും ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇതൊരു നല്ല കോമിക്കലായിട്ടുള്ളൊരു കഥയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹഗിയ സോഫിയയുടെ മുമ്പിലാണ്. ഹഗിയ സോഫിയ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴയ മോസ്കുകളിലൊന്നാണ്. ഇതുണ്ടാക്കിയത് റോമൻ എംപറർ ആയിരുന്ന ജസ്റ്റീനിയനാണ്. അന്നൊരു ചർച്ചായിരുന്നു ഇത്. ശേഷം ഓട്ടോമൻ ഇൻവേഷത്തിന് ശേഷം ഒരു 1400s ഇതൊരു മോസ്കായി മാറുമായിരുന്നു. 2020 വരെ ഇതൊരു മ്യൂസിയം ആയിരുന്നു. ശേഷം ഇപ്പോഴും ആക്റ്റീവ്ലി വർഷിപ്പ് നടക്കുന്ന ഒരു മോസ്കാണ് ഹഗിയ സോഫിയ.
ഒത്തൻറ്റിക് ടർക്കിഷ് ഹമാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഹമാമിൽ എത്തിയിരിക്കുകയാണ്. ഹമാം ഏരിയയിലെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. ടർക്കിഷ് ഹമാമിന് ഫിന്നിഷ് സോന അല്ലെങ്കിൽ മറ്റു യൂറോപ്യൻ സോണയിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മറ്റിടത്തെല്ലാം നമ്മൾ തന്നെയാണ് കുളിക്കുന്നതെങ്കിൽ ടർക്കിഷ് ഹമാമിൽ വേറൊരാൾ നമ്മളെ കുളിപ്പിക്കും. ആദ്യം ഇവിടെ ഹമാമിലെത്തിയാൽ ഒരു സീറ്റിംഗ് ഏരിയയിലിരുന്ന് നമുക്ക് കോഫിയും ടീയും ഒക്കെ അവർ തരും. ശേഷം ചേഞ്ചിങ് ഏരിയയിൽ കൊണ്ടുപോയി ചേഞ്ച് ചെയ്യാനുള്ള ടവൽസ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഡയറക്റ്റ്ലി നമ്മൾ ഹമാം ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഒരു മാർബിൾ സ്ലേറ്റിൽ നമ്മളെ കിടത്തും. ഒരു 10 മിനിറ്റ്സ് ഹൈ ടെമ്പറേച്ചറായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ സ്ലേറ്റിൽ നമ്മൾ കിടന്നതിന് ശേഷം ഡയറക്റ്റ് സോണയിലേക്ക് കൊണ്ടുപോകും. സോണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. എനിക്കൊരു 5 മിനിറ്റ്സിൽ കൂടുതൽ തന്നെ ഇരിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു സ്ക്രബിങ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ദേഹം മുഴുവൻ അവർ ശരിക്കും സ്ക്രബ് ചെയ്ത് തരും. ശേഷം ഒരു ഓയിൽ മസാജ് ഏരിയയിൽ കൊണ്ടുപോയി ദേഹം മുഴുവൻ ഓയിൽ മസാജ് ചെയ്ത് തരും. വീണ്ടും തിരിച്ച് നമ്മളെ ബാത്ത് ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ഒരു ബബിൾ ഫോം കൊണ്ട് കുളിപ്പിക്കും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ഉണ്ടാക്കുന്നു. ഒരു തോർത്ത് വെച്ചിട്ട് അവർ ഈ ബബിൾ ഫോമിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ബബിൾസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കാണാൻ വേണ്ടി. അങ്ങനെ ഒരു 1 hour 1.5 hours ഹമാമിന് ശേഷം നമ്മൾ റിലാക്സിങ് ഏരിയയിലേക്ക് കൊണ്ടുവരും. അവിടെ കോഫിയും ടർക്കിഷ് ടീയും സ്വീറ്റ്സും ഒക്കെ കഴിക്കാൻ തരും. അവിടെ കുറച്ച് നേരം നമുക്കിരുന്ന് റിലാക്സ് ചെയ്യാം. ടർക്കിയിൽ പോയാൽ അല്ലെങ്കിൽ ഇസ്താംബൂളിൽ വന്നാൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്.